വിഡ്ഢിയായ വിവരവും ബോധവുമില്ലാത്ത ഒരു സ്ത്രീയുടെ വീഡിയോ ഞാൻ കാണാനിടയായി. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ ഞാൻ ഇവിടെ ചെയ്യുന്നത്. ഇവർ ഒരു ഉസ്താദിന്റെ പ്രഭാഷണത്തെ മുൻനിർത്തിക്കൊണ്ടാണ് ഇവർ ആ പ്രഭാഷണത്തെ പറ്റിയാണ് അത് തെറ്റാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് അവർ ഈ വീഡിയോ ചെയ്യുന്നത്. ആ ഉസ്താദ് പറയുന്നത് എന്താണെന്നും ഈ സ്ത്രീ പറയുന്നത് എന്താണെന്നും നമുക്ക് കേൾക്കാം. ഏതെങ്കിലും ഒരു പെണ്ണ് അവൾ സുഗന്ധം ഉപയോഗിക്കുന്നു, അടിച്ചു വീശുന്ന സുഗന്ധം ഉപയോഗിക്കുന്നു. എന്നിട്ടൊരു ജനതക്കൈയിലൂടെ അവൾ നടന്നു പോകുന്നു. അവൾ എന്തിനാ സുഗന്ധം ഉപയോഗിച്ചത്? മറ്റുള്ളവരൊക്കെ ആസ്വദിച്ചതിന്റെ മണം കണ്ട് എന്നിലേക്ക് ആകർഷിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് സുഗന്ധം ഉപയോഗിച്ച് പുറത്തിറങ്ങുന്ന പെണ്ണ് അവൾ വേശ്യയാകുന്നു, അവൾ വ്യഭിചാരിണിയാകുന്നു എന്നാണ് എന്തൊക്കെയാണ് ഈ പറയുന്നത്? ഈ പറഞ്ഞ പ്രസ്താവനയോട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല. ഇദ്ദേഹം പറയുന്നത് സുഗന്ധദ്രവ്യം പൂശുന്നത് ഈ ഒരു പണിക്ക് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഇത് അടിക്കുന്നവരെ ഈ ഒരു പേരാണ് വിളിക്കുന്നത് എന്ന് പറയുന്നതിനോട് യോജിക്കാൻ പറ്റത്തില്ല. ഞങ്ങൾക്ക് ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഞങ്ങൾ ഇതൊക്കെ ഒരു മണിക്കൂർ ഇടവിട്ട് ഇത് അടിച്ചുകൊണ്ടിരിക്കും. കാരണം വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള കസ്റ്റമർക്ക് അതിന് നമ്മുടെ ഒരു വീർപ്പിന്റെ ദുർഗതം കസ്റ്റമർക്ക് ബുദ്ധിമുട്ടാകരുത്. അതുകൊണ്ട് ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് പോലും ഞങ്ങൾക്ക് ഇത് ഫ്രീ ആയിട്ട് തരുന്ന സാധനമാണ് ഈ ഒരു പെർഫ്യൂം. അതുകൊണ്ട് ഈ പെർഫ്യൂം അടിക്കുന്നവരും പെർഫ്യൂം അടിക്കുന്ന സ്ത്രീകളെയും ഇങ്ങനെ ഒരു പേര് വിളിച്ച് അപമാനിക്കരുത്, ആക്ഷേപിക്കരുത്. ഇത് വളരെ മോശമായിട്ടുള്ള ഒരു പേരാണ്. അത് ഈ പെർഫ്യൂം അടിക്കുന്ന സ്ത്രീകളെ എല്ലാം ഇങ്ങനെയാണെന്ന് പറഞ്ഞ ആ ഒരു പ്രസ്താവന അങ്ങ് ദയവ് ചെയ്ത് ഒന്ന് പിൻവലിച്ച കൊള്ളാമായിരുന്നു. ഈ ഉസ്താദിന്റെ പ്രഭാഷണം കേട്ടല്ലോ. ഈ ഉസ്താദ് എന്താണ് പറയുന്നത്? ഒരു സ്ത്രീ സ്വന്തം ശരീരത്തിൽ സുഗന്ധമുള്ള സ്പ്രേ അടിച്ചുകൊണ്ട് കൂട്ടത്തോടെ നിൽക്കുന്ന ആൾക്കാരുടെ മുന്നിലോട്ട് നടക്കുകയാണ്. എന്നിട്ട് അവളുടെ ഉള്ളിൽ, ആ സ്ത്രീയുടെ ഉള്ളിൽ എന്റെ സുഗന്ധത്തിന്റെ മണവും എന്റെ ശരീരത്തിന്റെ മണവും അവർ ആസ്വദിക്കട്ടെ എന്ന് ഈ സ്ത്രീ വിചാരിക്കുകയാണെങ്കിൽ, ആ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സ്ത്രീ അവരുടെ ഇടയിലേക്ക് നടക്കുന്നുവെങ്കിൽ തീർച്ചയായും ആ സ്ത്രീ വ്യഭിചാരിയാണ്. അവരെ വിളിക്കേണ്ടത് വേശ്യ എന്നാണ്. സത്യമല്ലേ? സുഗന്ധം അടിച്ചുകൊള്ളൂ. നിങ്ങളുടെ നാട്ടത്തിന് അല്ലെങ്കിൽ നിങ്ങളുടെ വിയർപ്പ് മണത്തിന് നിങ്ങൾ സുഗന്ധം അടിക്കൂ, ഒരു പ്രശ്നവുമില്ല. പക്ഷേ നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ എന്റെ മണം മറ്റുള്ള ആണുങ്ങൾ പിടിച്ചെടുക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവിടെയാണ് ചേച്ചി പ്രശ്നം. അത് തന്നെയാണ് പ്രശ്നം. നിങ്ങളുടെ ശരീരത്തിൽ പെർഫ്യൂം അടിക്കേണ്ടെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങൾ അടിച്ചു കഴിഞ്ഞിട്ട് അത് മറ്റുള്ളവർ ആ മണം വലിച്ചെടുക്കണമെന്ന് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അവിടെയാണ് തെറ്റ്. അതാണ് ഈ ഉസ്താദ് പറയുന്നത്. അയ്യോ, നാളെ പെറ്റു എന്ന് കേൾക്കുമ്പോഴേക്കും ഈ കയറെടുത്ത് ഓടിപ്പോകുന്ന എന്തിനാ ചേച്ചി? നിങ്ങൾ അടിച്ചോളൂ, നിങ്ങൾ മണിക്കൂറിന് അടിച്ചോളൂ. ഈ ഉസ്താദ് പറയുന്നത് നിങ്ങളെ പറ്റിയല്ല, ഇസ്ലാമിലെ സ്ത്രീകളെ പറ്റിയാണ്. ഇസ്ലാം മതവിശ്വാസത്തിൽ പറയുന്നത് സ്ത്രീകളെ നിങ്ങൾ ആരെങ്കിലും സുഗന്ധം സ്വന്തം ശരീരത്തിൽ അടിച്ചുകൊണ്ട് അന്യ ആണുങ്ങൾ അവർ നിങ്ങളുടെ സുഗന്ധം വലിച്ചെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അത് പാടില്ല. അതാണ് ഉസ്താദ് പറയുന്നത്. അപ്പൊ ചേച്ചി എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? നിങ്ങൾ ആദ്യം ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ ആദ്യം അത് എന്താണെന്ന് ആദ്യം അറിഞ്ഞിട്ട് വേണം ചെയ്യാൻ. അല്ലെങ്കിൽ ഇതുപോലെ സമൂഹത്തിന് മുന്നിൽ വഷളായി പോവും. ഓക്കെ.